ഇന്നത്തെ വീഡിയോ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് വേണ്ടിയുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണം, മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മലയാളം തന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണാണ്. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും വിവിധ തരത്തിലുള്ള സെയിലുകൾ നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റുകൾക്കൊക്കെ വമ്പൻ ഓഫറുകളാണ്. ഈ ഓഫറുകൾ കണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിലും നിരവധി ആളുകൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആമസോൺ ആയാലും ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയാലും വിവിധ ബാങ്കുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ സ്വന്തമായി ക്രെഡിറ്റ് കാർഡ് വരെ കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൂടി കയ്യിലുള്ളപ്പോൾ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് പിന്നെയും വർദ്ധിക്കുന്നു. നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം കുറയുവാൻ നേരത്ത് നമുക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നും. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം അങ്ങനെയല്ല. ബാങ്ക് നമുക്ക് പണം കടമായിട്ടാണ് തരുന്നത്. ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ നിന്നും പണം കുറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്ത് കൂട്ടും. പ്രത്യേകിച്ച് ഓഫറുകൾ കൂടി കാണുവാൻ നേരത്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൂട്ടി അവസാനം ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുവാൻ നേരത്താണ് നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ തിരിച്ചടവ് ശേഷി ഒന്ന് വിലയിരുത്തുക. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാസ വരുമാനം, അതിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സേവിങ്സും ഒക്കെ മാറ്റിയ ശേഷം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് മാസം എത്ര രൂപ മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തുക. എന്നിട്ട് ഈ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം നിങ്ങളുടെ മന്ത്ലി ഇൻകത്തേക്കാൾ കൂടുതൽ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളിങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ നമുക്കത് അടക്കാൻ സാധിക്കാതെയും വരുന്നു. ഇപ്പോൾ നിലവിൽ തന്നെ പല ബാങ്കുകളും അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ HDFCയുടെ കാര്യമാണെങ്കിൽ HDFCയുടെ മന്ത്ലി ഇൻട്രസ്റ്റ് മുമ്പുണ്ടായിരുന്നത് 3.49% ആണ്. ഇപ്പോൾ നിലവിൽ അത് ഉയർത്തി 3.6% ആക്കിയിട്ടുണ്ട്. വാർഷിക പലിശ വരുമ്പോൾ ഇത് ഏകദേശം 43.2%. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് നിങ്ങൾക്ക് അടക്കുവാൻ സാധിക്കാതെ വന്നാൽ അത് അടക്കാനായിരിക്കണം നിങ്ങൾ പ്രയോറിറ്റി നൽകേണ്ടത്. നിങ്ങൾക്ക് മറ്റ് ഹോം ലോണോ അല്ലെങ്കിൽ കാർ ലോണോ ഉണ്ടെങ്കിൽ പോലും ആദ്യം അടക്കേണ്ടത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബില്ലായിരിക്കണം. കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. ഇനി നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടക്കുവാനായിട്ട് പേഴ്സണൽ ലോൺ എടുക്കുന്നതിലും തെറ്റില്ല. കാരണം പലിശ നോക്കുവാൻ നേരത്ത് പേഴ്സണൽ ലോണിൻ്റെ പലിശ നിരക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്കിനേക്കാൾ വളരെ കുറവാണ്. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരിക്കലും ATMിൽ നിന്നും പണം വിഡ്രോ ചെയ്യുവാൻ നിൽക്കരുത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നേരത്ത് ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമുക്ക് ATMിൽ നിന്നും പണമായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് മുതൽ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് തിരിച്ചടക്കുന്നത് വരെയുള്ള ഡേറ്റ് വരെ നമ്മൾ അതിന് ഉയർന്ന പലിശ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പലിശ കൂടാതെ നമ്മൾ ക്യാഷ് അഡ്വാൻസ് ഫീ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഫിനാൻസ് ചാർജസ് നൽകേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണം? ഐഡിയലി അങ്ങനെ ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. നിലവിൽ നമുക്ക് ഒരു ബാങ്കിൽ പോലും നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പരമാവധി ഒരു 3 ക്രെഡിറ്റ് കാർഡ് വരെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 3ൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ നേരത്ത് അതിന് ഗുണങ്ങളുമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. ക്രെഡിറ്റ് കാർഡുകൾ നോക്കുമ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ യൂണിക് ഫീച്ചേഴ്സ് ഉണ്ടാകും. ചില ക്രെഡിറ്റ് കാർഡ് നമുക്ക് ട്രാവൽ ബെനിഫിറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ക്രെഡിറ്റ് കാർഡുകൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുവാൻ നേരത്തായിരിക്കും നമുക്ക് റിവാർഡും ക്യാഷ് ബാക്കും ഒക്കെ നൽകുന്നത്. ചില ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ ഫ്യൂവൽ നിറക്കുമ്പോഴായിരിക്കും നമുക്ക് റിവാർഡ് ക്യാഷ് ബാക്കും നൽകുന്നത്. അപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ യൂണിക് ഫീച്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ യൂണിക് ഫീച്ചേഴ്സ് ഉള്ള മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കുകളും നേടുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുവാൻ
നേരത്ത് ഓൺലൈൻ ഷോപ്പിങ്ങിന് കൂടുതൽ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും നൽകുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് നടത്തുക. ട്രാവൽ ചെയ്യുവാൻ നേരത്ത് ട്രാവലിന് ബെനിഫിറ്റ്സ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ഫ്യൂവൽ നിറക്കുവാൻ നേരത്ത് ഫ്യൂവലിന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ ഓരോ കാർഡിൻ്റെയും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തിരിച്ചറിഞ്ഞ് അത് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും നേടുവാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മാക്സിമം ഒരു 30% വരെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ മുഴുവനായും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സിംഗിൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂടി കുറവാണെങ്കിൽ ഈ രീതിയിൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അവർ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഭൂരിഭാഗവും എല്ലാ മാസവും ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കുറവാണെങ്കിൽ കൂടി നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറക്കുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു 30% സ്പെൻഡ് ചെയ്യുക. ശേഷം അത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ 30% സ്പെൻഡ് ചെയ്യുക. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുവാൻ നേരത്ത് നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു ധനകാര്യ സ്ഥാപനം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇൻക്വയറി ചെയ്യുന്നു. ഇങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇൻക്വയറി ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. വലിയൊരു കുറവല്ല, 1 or 2 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നത്. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് ബില്ലൊക്കെ കറക്റ്റ് സമയത്ത് അടച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, 2 കാർഡും നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ബില്ല് എമൗണ്ടൊക്കെ കറക്റ്റായിട്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് പ്രിവിലേജ് വളർത്തിയെടുക്കുവാൻ സഹായകരമാകുന്നു. പിന്നെ ചിലരുടെയൊക്കെ പരാതിയാണ്, എനിക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കുറവാണ്, ഞാൻ ബാങ്കിനെ സമീപിച്ചിട്ട് അവർ ക്രെഡിറ്റ് ലിമിറ്റ് ഉയർത്തി തരുന്നില്ല എന്നൊക്കെ. ബാങ്കിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ കാണും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അവർ ഉയർത്തി തരുന്നത്. പലപ്പോഴും HDFC ബാങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് 1 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അവർ ഉയർത്തി തരുന്നത്. അപ്പോൾ അത്രയും നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക വഴി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറവ് എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഒരു 30,000 രൂപയുണ്ട്, നിങ്ങൾ വീണ്ടും വേറൊരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 30,000 കിട്ടി, പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 30,000 കിട്ടി. അങ്ങനെ നോക്കുവാൻ നേരത്ത് നിങ്ങളുടെ മൊത്തം ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് വരുന്നത് 90,000 രൂപയായിട്ട് മാറും. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് മോർ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. മിക്ക ക്രെഡിറ്റ് കാർഡുകൾക്കും ഒരു ലിമിറ്റ് കാണും. നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം ഇത്ര റിവാർഡ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാക്സിമം ഇത്ര രൂപയെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കൂ എന്നൊക്കെ. നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഈ ഒരു ത്രഷോൾഡ് എത്തിയാലും നമുക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസ് ചെയ്ത് വീണ്ടും നമുക്ക് റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും നേടുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു എമർജൻസി വന്ന് നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നിങ്ങൾ മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പണത്തിന് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് കളഞ്ഞു പോയാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ രണ്ടാമതുള്ള ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ലഭിക്കുന്നു. ഓരോ ക്രെഡിറ്റ് കാർഡിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബില്ലിംഗ് സൈക്കിൾ ആയിരിക്കും ഉള്ളത്. അത് മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശയില്ലാതെ കൂടുതൽ നാളുകളിലേക്ക് ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് നമുക്ക് റോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ആദ്യം ബില്ല് വരുന്ന ക്രെഡിറ്റ് കാർഡ് ഏതാണോ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഒരു മാസത്തിൽ ആദ്യത്തെ 10 ദിവസം ഉപയോഗിക്കുക, അതിനുശേഷം രണ്ടാമത് ബില്ല് വരുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ഇങ്ങനെ ബില്ല് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക വഴി നമ്മുടെ ഓരോ കാർഡിൻ്റെയും ബിൽ എമൗണ്ട് നമുക്ക് കുറച്ച് നിർത്തുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ലഭിക്കുകയും ചെയ്യും. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിന് ഇങ്ങനെ പല ഗുണങ്ങൾ ഉള്ളതുപോലെ അതിന് ദോഷങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമുക്കത് മാനേജ് ചെയ്യുന്നതിലെ പ്രോബ്ലം എന്നുള്ളത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിട്ട് നമ്മളത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു കടക്കണിയിൽ അകപ്പെട്ടു പോകാം. ആദ്യം പറഞ്ഞതുപോലെ ഓരോ ക്രെഡിറ്റ് കാർഡുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബില്ലിംഗ് സൈക്കിൾ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡിൻ്റെയും ബില്ലിംഗ് സൈക്കിൾ മനസ്സിലാക്കി അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതിരുന്നാൽ നമ്മളുടെ ഡ്യൂ എമൗണ്ടിൽ 1 രൂപ കുറഞ്ഞാൽ പോലും ഇല്ലെങ്കിൽ ഒരു ദിവസം വൈകിയാൽ പോലും നമ്മൾ നല്ലൊരു എമൗണ്ട് പലിശയായിട്ട് നൽകേണ്ടതായി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആനുവൽ ഫീ. ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ ഒരു ആനുവൽ ഫീ കാണും. മിക്ക ക്രെഡിറ്റ് കാർഡിൻ്റെയും ആനുവൽ ഫീ വരുന്നത് 500 രൂപയ്ക്ക് മുകളിലാണ്. ചില ക്രെഡിറ്റ് കാർഡുകളൊക്കെ വർഷത്തിൽ ഇത്ര രൂപയിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആനുവൽ ഫീ ഒഴിവാക്കി തരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീ ഒഴിവാക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇയർലി അവർ പറയുന്ന ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഇയർലി ഈ ഒരു 500 രൂപ പ്ലസ് GST എന്ന് പറഞ്ഞ രീതിയിൽ ആനുവൽ ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആദ്യം പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിയുവാൻ നേരത്ത് ഷോർട്ട് ടൈമിലേക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയും. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ക്രെഡിറ്റ് ബ്യൂറോയിലേക്ക് നമ്മുടെ സിബിൽ സ്കോറിൻ്റെ ഒരു എൻക്വയറി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കോർ ഒന്ന് ജസ്റ്റ് കുറയുന്നത്. പക്ഷേ അതൊരു പ്രോബ്ലമായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മുടെ കാർഡ് കിട്ടി നമ്മൾ പിന്നീട് അത് ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പിന്നീട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ, അത് ക്ലോസ് ആയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് അവർ വിട്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള തിരക്കുകൾ കാണാം. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം അവർ ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആവില്ല. പിന്നീട് നാളുകൾക്ക് ശേഷം കോർട്ടിൽ നിന്നും കേസ് വരുമ്പോഴും വലിയ പിഴ അടക്കാൻ പറയുമ്പോഴും ഒക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ബാങ്കിൽ പിന്നീട് 1-2 തവണ പോയി ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആയെന്ന് ഉറപ്പ് വരുത്തുക. മാത്രമല്ല, ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആയെന്നവർ പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചടക്കാനുള്ള എമൗണ്ട് ഒക്കെ തിരിച്ചടച്ചു എന്നുള്ള നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങുവാനും മറക്കരുത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ എമൗണ്ട് മുഴുവനും നിങ്ങൾ തിരിച്ചടച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതിന് 1 രൂപ ആണെങ്കിൽ കൂടി നിങ്ങളത് തിരിച്ചടച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ 1 രൂപക്ക് പോലും നമ്മൾ വലിയൊരു പലിശ നൽകേണ്ടതായി വരും. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നേരത്ത് പലതരത്തിലുള്ള ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ഇല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ മന്ത്ലി ഫീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഓട്ടോമാറ്റിക് പോകത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കും മുമ്പ് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് മറ്റൊരു പേയ്മെൻറ്റ് മോഡിലേക്ക് മാറ്റി എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ മാറ്റി 1 മാസത്തിന് ശേഷം അതൊക്കെ കറക്റ്റായിട്ട് പുതിയ പേയ്മെൻറ്റ് മെത്തേഡിൽ നിന്നും പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏജ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ വളരെ നാളായിട്ട് ഉപയോഗിക്കുന്ന വളരെ പഴക്കമുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഏറ്റവും പുതിയതായിട്ട് എടുത്ത ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ക്രെഡിറ്റ് കാർഡുകളുടെ ഏജ് കൂടുന്തോറും നമുക്ക് ആ ഒരു ധനകാര്യ സ്ഥാപനവുമായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നു. പിന്നീട് നമ്മൾ ഒരു ലോണിനൊക്കെ അപ്ലൈ ചെയ്യുവാൻ നേരത്ത് ഈ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ പഴയ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ആദ്യം പറഞ്ഞതുപോലെ മറക്കാത്തൊരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് എന്നിവ ഫോളോ ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലെങ്കിൽ ടെലിഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ ഡെയിലി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമായ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സിനെ പറ്റി അറിയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എൻ്റെ offer.com. അതിനും ഒരു ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലേക്ക് വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഡീലുകൾ നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം.